ഒരു ചെറുപ്പക്കാരന്റെ മാനസികാവസ്ഥ എന്നാലും നോക്കി. മലപ്പുറം തിരുനാവായയിൽ നടക്കുന്ന കുംഭമേള തടഞ്ഞ് സർക്കാർ. നിങ്ങൾക്ക് ഇതിൽ വല്ല അത്ഭുതം തോന്നുന്നുണ്ടോ? എനിക്ക് ഇതിലൊരു അത്ഭുതം തോന്നുന്നില്ല കേട്ടോ. കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറത്ത് ഈ കുംഭമേളയുടെ ഒരുക്കങ്ങൾ ഇതുവരെ എങ്ങനെയാണ് എത്തിയതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ കുംഭമേള സർക്കാർ തടഞ്ഞു എന്നതിനേക്കാൾ മൂപ്പരെ അത്ഭുത പരതന്ത്രനാക്കിയത് മലപ്പുറം ജില്ലയിൽ ഇതുവരെ കുംഭമേളയുടെ ഒരുക്കങ്ങൾ ഇവിടം വരെ എത്തി എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് മൂപ്പര് അത്ഭുതപ്പെടുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ? ശശികല ടീച്ചറോ സുരേന്ദ്രനോ ഒന്നുമല്ല. നോക്കിയേ, മുഖം നോക്കിയേ, കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്തൊരു ചെറുപ്പക്കാരനാണ്. അത്യാവശ്യം തടിപിടുക്കൊക്കെ ഉണ്ട്. ഒരു പഴമക്കാരനാണ് എങ്കിൽ അദ്ദേഹത്തിന് ഒരു സോഴ്സിലൂടെ മാത്രം കേട്ടതുകൊണ്ട് അങ്ങനെ തന്നെ വിശ്വസിച്ചു എന്ന് പറയാം. ഈ ചെറുപ്പക്കാരനെപ്പോലുള്ള ആളുകൾക്ക് സത്യാവസ്ഥ മനസ്സിലാക്കാൻ എന്തെല്ലാം തരത്തിലുള്ള സോഴ്സുകൾ ഇന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഈ ചെറുപ്പക്കാരൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? മലപ്പുറം ജില്ല മോനെ, നിങ്ങൾക്ക് ചെറുമാൻ സ്ഥാനം കിട്ടി തിരുവനന്തപുരം ജില്ലയുണ്ടല്ലോ, ആ തിരുവനന്തപുരം ജില്ലയേക്കാൾ കൂടുതൽ ക്ഷേത്രങ്ങളുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. 1300 ക്ഷേത്രങ്ങളുണ്ട്. ഇന്ന് വരെ ഏതെങ്കിലും ഒരു അമ്പലത്തിൻ്റെ കീർത്തനങ്ങളോ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെയോ ഏതെങ്കിലും നിരക്ക് തടസ്സപ്പെടുത്തുകയോ അത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ ഒരു മുസൽമാനെ കാണിച്ചു തരാമോ? സമീപകാലത്ത് മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു ക്ഷേത്രത്തിലെ പാട്ടുമായി ബന്ധപ്പെട്ട് അവിടെ വെക്കുന്ന കീർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഹർജി പോയി. വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി. അത് ശശികല ടീച്ചർ അടക്കമുള്ള ആളുകൾ പോസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾ അറിഞ്ഞു കാണും. അന്ന് പുറത്തേക്ക് വന്ന വാർത്ത മുസ്ലിം ലീഗും കോൺഗ്രസും കൂടെ തടഞ്ഞു എന്നുള്ളതാണ്. മലപ്പുറത്തിൻ്റെ മതേതരത്വം എന്നൊക്കെ പറഞ്ഞ് വലിയ രൂപത്തിൽ പരിഹാസം. അവസാനം ന്യൂസ് 8 തന്നെ നേരിട്ട് പോയി അന്വേഷിച്ചപ്പോൾ എന്താ അവസ്ഥ? ക്ഷേത്രത്തിന് തൊട്ട് അപ്പുറത്തുള്ള സമീപത്തുള്ള ഹൈന്ദവ സഹോദരൻ, ഈ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന സഹോദരൻ, അദ്ദേഹത്തിന് ഉച്ചത്തിൽ ഈ പാട്ട് വെക്കുന്നത് കൊണ്ട് പല ഫോണിൽ സംസാരിക്കാൻ വയ്യ, രോഗികളായ അച്ഛനും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വലിയ പ്രയാസമെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെയാണ് പരാതി കൊടുത്തത്. അപ്പോഴേക്കും വ്യാജ വാർത്ത ലോകം മുഴുവനും പ്രചരിച്ചിരുന്നു. ഇതുപോലെയല്ലേ മോനെ, കുംഭമേളയല്ല, നീയൊക്കെ എന്ത് നടത്തിയാലും ഞങ്ങൾ മുസൽമാന്മാർക്ക് എന്ത് പ്രശ്നം? ഇസ്ലാം ഇന്ത്യയിലെന്നല്ല ലോകത്ത് വളർന്നത് മറ്റൊരുത്തൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ ലംഘിച്ചതുകൊണ്ട് വളർന്നതാണ്. ഇനി അതൊരു ബാക്കി അദ്ദേഹം പറയട്ടെ, ബാക്കി ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. അത് തടഞ്ഞതിൽ ഒരു അത്ഭുതവും തോന്നുന്നില്ല. അതിവിടെ നടക്കാൻ പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ നടപ്പിക്കാൻ പാടില്ലാത്തതാണ്. എന്താണെന്നറിയോ? നമ്മുടെ പൂർവികരായിട്ട് തന്നെ നമ്മളെ കുറിച്ച് മതങ്ങളുടെ പേരിൽ ഇങ്ങനെ വേർതിരിച്ചു വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ അതില് മുസ്ലിം എന്ന് പറയുന്ന മതവിഭാഗക്കാര് അവർ 5 നേരം നിസ്കരിക്കണം, പള്ളിയിൽ പോകണം, കുട്ടികളാണെങ്കിൽ മദ്രസയിൽ പോകണം, ബാങ്ക് വിളിക്കണം, പുണ്യനാടായ മക്കയിൽ ഹജ്ജിന് പോകണം, അങ്ങനെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ച് നല്ലൊരു മുസ്ലിമായിട്ട് ജീവിച്ച അവൻ സൂപ്പർ, അവൻ മതേതരൻ. ക്രിസ്ത്യാനി എന്ന് പറയുന്ന മതവിഭാഗക്കാര് അവരും ഇതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകണം, അവർക്ക് കൂട്ടായ്മകളുണ്ട്, വേദപാഠ ക്ലാസ്സുകളുണ്ട്, പള്ളിയിലച്ഛന് പ്രത്യേകതരം വേഷങ്ങളുണ്ട്, കന്യാസ്ത്രീമാരായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രത്യേകതരം വേഷങ്ങളുണ്ട്. അതൊക്കെ ഇട്ട് സമൂഹത്തിൽ നല്ല രീതിയിൽ ഇറങ്ങി നടക്കാം. അങ്ങനെ അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ച് ജീവിച്ച അവര് നല്ല സൂപ്പർ ക്രിസ്ത്യാനി. പിന്നെ മതേതരന്മാര്, ഈ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞൊരു വിഭാഗക്കാരുണ്ട്. അവർ ഇനിയാണ് കഥ തുടങ്ങാൻ പോകുന്നത്. നല്ല മുഖം നോക്കി, നല്ലൊരു ചെറുപ്പക്കാരൻ അല്ലേ? അത്യാവശ്യം ലോകവിവരൊക്കെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അവൻ കേരളം പോയിട്ട് അവൻ്റെ നാടിൻ്റെ തൊട്ടപ്പുറത്ത് പോലും സഞ്ചരിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. കാരണം ഇല്ലെങ്കിൽ ഇത്രയും വിദ്വേഷം വിവരക്കേടും പറയാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല. പൗരൻ എന്ന പേരിൽ നിരന്തരമായി സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. എനിക്ക് ഈ ചെറുപ്പക്കാരിങ്ങനെ ആകുമ്പോൾ നമുക്ക് വേദന. ഒരു വയസ്സായ ഒരാൾ അയാൾ ഏതെങ്കിലും ഒരു സോഴ്സിലൂടെ കേട്ടതുകൊണ്ട് അങ്ങനെ തന്നെ വിഴുങ്ങിയെന്ന് വിചാരിക്കാം. ഒരു ചെറുപ്പക്കാരൻ ഇതൊക്കെ അറിയാൻ എന്തെല്ലാം സോഴ്സുകളുണ്ട്. അവനത് ഉപയോഗപ്പെടുത്താതെ നാട്ടിൽ വിദ്വേഷം, ഇവൻ ഈ കത്തിക്കുന്ന ഈ വർഗീയത തിരുനാളം എത്രത്തോളം ആളിപ്പടരും. വർഗീയത, അവർ കാവി കൊടുത്ത വർഗീയത, അവർ പോയ വർഗീയത, അവർ കാവി കൊടുത്ത ഒരു വിഭാഗക്കാരുണ്ട്. അവർ അമ്പലത്തിൽ പോയ വർഗീയത, അവർ കാവി കൊടുത്ത വർഗീയത. അമ്പലത്തിൽ പോയാലും കാവി ഉടുത്താലും ആർക്ക് വർഗീയത? ആരാണ് മോശമാകുന്നത്? ആരാരെ മോശമാക്കുന്നു? ആരാണ് തടഞ്ഞിട്ടുള്ളത്? കാവി ഊരാൻ ആരോട് പറഞ്ഞു? ക്ഷേത്രത്തിൽ പോകാൻ പാടില്ലെന്ന് ആര് പറഞ്ഞു? എന്താണ് ഈ ചെറുപ്പക്കാരൻ ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എന്താ ചെയ്യുക? അവർ കുംഭമേള നടത്തിയ വർഗീയത. കുംഭമേള ഇപ്പൊ യു.പിയിൽ കോടിക്കണക്കിന് വരുന്ന മനുഷ്യര് അവിടെ കുംഭമേളക്ക് പോയില്ലേ? ആരെങ്കിലും ഒരാൾ പരിഹസിച്ചോ? ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം തരത്തിലുള്ള വീഡിയോകൾ വന്ന് നിങ്ങൾ കണ്ടു കാണും. കുംഭമേളക്ക് പോയി മടങ്ങിയ ആൾ, ഒരു ആചാരത്തിന് വേണ്ടി പോയ, ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി പോയ ആളുകൾ തിരിച്ച് ട്രെയിനിലേക്ക് കയറുന്ന സമയത്ത് സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ കുത്തി കയറുന്നതും വഴിയോരങ്ങളിൽ പലതരത്തിലുള്ള മാലിന്യങ്ങളും മലവൊക്കെ നിരന്നൊക്കെ വലിയ വാർത്തയൊക്കെ വന്നു. ഏതെങ്കിലും ഒരു മുസൽമാൻ അതെടുത്ത് വെച്ചിട്ട് ഈ നാട്ടിലെ കുംഭമേള മോശമാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. എന്ത് നിങ്ങളുടെ കുംഭമേള തടഞ്ഞിട്ട് ഇപ്പൊ എന്താ മുസൽമാന്റെ ഗുണം? ഇതൊക്കെ പറയുന്നതിന് ഒരു അന്തസ് വേണ്ടേ നമ്മളിത് പറയുമ്പോൾ? അവർ ഗണപതി പൂജ നടത്തിയ വർഗീയത. അങ്ങനെ അവരുടേതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ എന്ത് തന്നെ. ഇത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. എന്തൊരു നാണക്കേടാണ്. ചെറുപ്പക്കാരൻ, നീ മലപ്പുറം തിരുനാവായ കുംഭമേള നടത്തിയ ഞങ്ങൾ വന്ന് അവിടെ ബത്തക്ക ജ്യൂസ് വിൽക്കും, നിങ്ങൾക്ക് കൊടുക്കാനുള്ള തുണി വിൽക്കും. ഞങ്ങൾ കച്ചവടക്കാരാണെന്നേ. ഞങ്ങൾ നല്ല നിലക്ക് കച്ചവടം പഠിച്ചിട്ടുള്ള ആളാ. നിങ്ങൾ മലപ്പുറം ജില്ലയിൽ ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് ശോഭയാത്ര പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇരു കരയിൽ നിന്ന് ആളുകൾ സർവത്തും മിഠായിയൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? നബിദിന റാലി പോകുമ്പോഴും അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ നാട് അങ്ങനല്ലേ?
നീ പറയുന്ന മലപ്പുറം ജില്ല, നീ സംശയത്തിന് നിലാക്കുന്ന മലപ്പുറം ജില്ലയിൽ തളിക്ഷേത്രത്തിന്റെ വാതിൽ തീ പിടിച്ചപ്പോൾ ആദ്യം ഓടിയത് പാണക്കാട് മുഹമ്മദ് ഷിഹാബ് തങ്ങളല്ലേ? എടാ ചെറുപ്പക്കാർ, ഇതൊക്കെ നാണക്കേടാണ്. ബുദ്ധിയുള്ളവൻ ചിന്തിക്കുന്ന ഒരു പൗര, നാണക്കേടാ ഇതെങ്ങനെയൊക്കെ പറയുന്നത്. ലക്ഷ്മി കോനോത്തും ശശികല ടീച്ചറൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇതൊക്കെ കോമഡി ആയിട്ടേ തോന്നുള്ളൂ. നീ ഇത് പറയരുത്. നീ ചെറുപ്പക്കാരല്ലേ, നിനക്കൊക്കെ ചിന്തിച്ചൂടെ? നിന്റെ കുംഭമേള അവിടെ നടന്നാൽ മുസൽമാൻ ഉണ്ടാകുന്ന നഷ്ടം എന്താ? എടാ ഞങ്ങൾ ഈ നാട്ടിൽ, ഈ രാജ്യത്ത്, ഈ ലോകത്തുണ്ടായത് എങ്ങനെയാ? ഞങ്ങളെ സംബന്ധിച്ച് നീ പറഞ്ഞല്ലോ നിസ്കരിക്കുന്ന നിസ്കാരം, നോമ്പ്. എടാ ആലപ്പുഴ നഗരത്തിൽ ഒരാൾ വന്നാൽ, ഒരു ഹിന്ദു വന്നാൽ പോലും അവനിക്ക് പൈസ കൊടുക്കാതെ അവനിക്ക് മൂത്രമൊഴിക്കാൻ കാഷ്ടിക്കാനും പറ്റിയ സൗകര്യങ്ങൾ. ഞങ്ങൾക്ക് ഒരു പള്ളി നിർമ്മിക്കുമ്പോൾ ആദ്യം ഞങ്ങൾ ചിന്തിക്കുന്ന അവിടെ ഒരു മൂത്രപ്പരയാണ്. ഞങ്ങളുടെ ഏതെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെ പ്രയാസമുണ്ടോ? ഞങ്ങളൊരു മഹാസമ്മേളനം വെച്ചാൽ ഞങ്ങൾ ആദ്യം ചിന്തിക്കുന്നത് അവിടെ വരുന്നവർക്ക് മൂത്രം ഒഴിക്കാനുള്ള, കാഷ്ടിക്കാനുള്ള സൗകര്യങ്ങളാണ്. മനുഷ്യന്റെ പ്രാഥമിക കാര്യത്തിന് ആദ്യം പ്രയോറിറ്റി. എന്നിട്ടാണ് ഇപ്പം ഒരു കുംഭമേളയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തരത്തിലുള്ള വാർത്ത പുറത്തു വന്നു. അവിടെ മുഴുവനും മലയാളികളല്ലേ പറഞ്ഞത്, മലം കൊണ്ട് നിറഞ്ഞു എന്നും അതുപോലെ തന്നെ ട്രെയിനിന്റെ സീറ്റുകൾ കുത്തിക്കീറുന്നെന്നും AC കമ്പാർട്ട്മെന്റ് അടിച്ചു തീർത്തു എന്നൊക്കെ. ഇതെല്ലാം ഈ വാർത്ത വന്നിട്ട് ഞങ്ങൾ ആരെങ്കിലും എടുത്തു വെച്ച് മോശമാക്കി പറഞ്ഞോ? അതുപോലെ ഇവിടെയും വരാൻ പോകണം നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? അങ്ങനൊന്നും പറയില്ല. ഞങ്ങൾ അങ്ങനെ പറയുന്നത് അങ്ങനെ അത് മറ്റൊരു മതത്തിന്റെ വിശ്വാസം, ആചാരമൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ലെന്ന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷയങ്ങളുണ്ട്. ഞങ്ങൾക്ക് സംസാരിക്കാനും പറയാനൊക്കെ ഞങ്ങളുടെ വിഷയങ്ങളുണ്ട്. ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ നിസ്കാരമുണ്ട്, അതുപോലെ തന്നെ അതിന് മുന്നോടിയായിട്ടുള്ള ഒന്നുമുണ്ട്, അതുപോലെ കുട്ടികൾ മദ്രസയിൽ പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു കുട്ടിക്ക് മദ്രസ വിദ്യാഭ്യാസം ലഭിക്കുന്ന, അഥവാ ഇവിടെ 23-24% മുസ്ലിമീങ്ങൾക്ക് ലഭിക്കുന്നതിന് 10 പൗരൻ ലഭിക്കുന്നില്ലല്ലോ. പൗരൻ സങ്കടപ്പെടുന്നതിന് പകരം ഇത് പ്രാക്ടിക്കലാക്കാൻ വേണ്ടി നോക്ക്. അത് നോക്കുക. നിങ്ങൾ ഞങ്ങളുടെ മേൽ കുതിര കയറിയിട്ട് നിങ്ങൾ മലപ്പുറത്ത് കുംഭമേളയാണെങ്കിൽ എന്ത് വേണമെങ്കിലും വെച്ചൊക്കെ നടക്കട്ടെ, ഇവിടെ എല്ലാം നടന്നോട്ടെ. ഞങ്ങളവിടെ വന്ന് വത്തക്ക വെള്ളം വിൽക്കാം, നിങ്ങൾ മേടിച്ചു കൂടി നമുക്ക് അങ്ങനെ ഒന്നിച്ചു പോവാം. അതിന് പകരം അവിടെ ആരോ ഇങ്ങനെ വന്ന് വട്ടം നിൽക്കുകയാണ്. നിങ്ങൾ കുംഭമേളയല്ല, നിങ്ങൾ എന്ത് നടത്തിന് എന്ത് കാര്യം? നിങ്ങൾ ഈ കാലം അത്ര നടത്തിയിട്ട് ഇപ്പം എന്താ ഉണ്ടായത്? നിങ്ങൾ ഈ കാലം മുഴുവൻ ഉണ്ടാക്കണം. ഇപ്പൊ ഇവിടെ മുസൽമാന്മാർ അത് നേരാവണ്ണം ജീവിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ കോടിക്കണക്കിന് മനുഷ്യർ ഇസ്ലാമിന്റെ ഭാഗമായി. നിങ്ങളിപ്പം ഹിന്ദു നിരക്ക് കുറയുന്നു എന്ന് പറയുന്നു. എന്താ കുറയുന്നതിന്റെ കാര്യം നീ ചിന്തിക്കണം. അതിന് ഇതുപോലുള്ള വർത്താനല്ലേ നീ പറയുന്നത്? എന്തുകൊണ്ട് കുറയുന്നു? ആളുകൾ വിശ്വാസം വിടുന്നു, അല്ലെങ്കിൽ വിശ്വാസം താല്പര്യമില്ല. ഇപ്പം വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ എവിടെങ്കിലും ഒരു സ്ഥലത്ത് അവരുടെ മതപ്രചരണത്തിന് പോയ ഉടനെ അവിടെ മതം മാറ്റിയത് നമ്മൾ പിടിച്ചകത്തിടുന്നു. ഇവിടെ നിന്റെ കയ്യിൽ മറ്റുള്ളവനെ ആകർഷിക്കാൻ എന്താ ഉള്ളത്? നീ വർഗീയതൊക്കെ പറഞ്ഞ് നിന്റെ കയ്യിൽ എന്തുണ്ട്? ശശികല ടീച്ചറും ലക്ഷ്മി കോണാത്തും ഒക്കെ കാലങ്ങളായിട്ട് സംസാരിക്കുന്നത് ഏത് മനുഷ്യരെ അട്രാക്ട് ചെയ്യാൻ പറ്റി? എന്തൊരു കഷ്ടമാണ്. നിന്റെ കയ്യിൽ ആളുകൾക്ക് ദായകമായത്. ഇപ്പം ഞങ്ങൾ ബാങ്ക് കൊടുത്താൽ അള്ളാഹു അല്ലാതെ ഒരു ദൈവമില്ല എന്ന് വിളിച്ചു പറയുന്നു, വർഗീയത എന്ന് പറഞ്ഞു. എടാ നീ അതിനപ്പുറത്ത് നിന്റെ ദൈവം 33 കോടി ദൈവം, അതിന്റെ വൈവിധ്യം, അതിന്റെ മഹത്വം നീ പറ, ഞങ്ങൾ കേൾക്കാന്നേ. നീ അത് മറ്റുള്ളവർ മിണ്ടാൻ പാടില്ല എന്ന് പറയുന്നത് അശ്ലീലമാണ്. ഏതോ ഒരു ക്രൈസ്തവൻ അവന്റെ വീടിന്റെ മതില് വിഗ്രഹാരാധനയെ കുറിച്ച് എഴുതിയപ്പോഴേക്കും നിങ്ങൾ അവിടെ പ്രതിഷേധം ഉണ്ടാക്കി അവനെ കൊണ്ട് വായിപ്പിച്ചു. അതിന് പകരം അവരെയും കൂടെ ചിന്തിപ്പിക്കാൻ പറ്റുന്ന ഒരു ആശയം നീ പങ്കുവെക്ക്. അങ്ങനെ പറയല്ല, വിഗ്രഹാരാധന മഹത്വമാണ് എന്നുണ്ടെങ്കിൽ നീ അതിന്റെ യുക്തിപരമായ, അതിന് മനുഷ്യന് ദായകമായ രൂപത്തിൽ നീ അതിനെക്കുറിച്ച് സംവദിക്കൂ. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ച് സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ടില്ലേ? അത് പഠിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്ര വിഭ്രാന്തി പറയേണ്ട എന്താ? നീ അതിനെ എതിർത്ത് തോൽപ്പിക്കേണ്ടത് നീ കൊണ്ട് നടക്കുന്ന ആശയത്തിന്റെ മഹിതമായ മുഖവും സംസ്കാരവും കൊണ്ട് നീ അത് തോൽപ്പിക്കൂ. നിനക്ക് പറ്റുമോ? നിന്നെ കൊണ്ട് നല്ല കീച്ചാപ്പാക്ക് പറ്റത്തില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിന്റെ കുംഭമേളാണെങ്കിൽ എന്ത് വേണം നടന്നോട്ടെ, ഞങ്ങളവിടെ വത്തക്ക വെള്ളം വിൽക്കാൻ വരാം. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ എന്ത് വേണം നടത്തിക്കോ, ഞങ്ങളത് തടയത്തില്ല, ഒന്നുമില്ല. നിങ്ങൾ എത്ര സ്ഥലത്ത് ബാങ്കിനെതിരെ ഹർജി കൊടുത്തു, ഏതെല്ലാം സ്ഥലത്ത് പള്ളികൾ നിർമ്മിക്കാൻ നിങ്ങൾ തടസ്സം നിന്നു. ഞങ്ങൾ ആരെങ്കിലും നിങ്ങൾക്കെതിരെ പ്രതിഷേധമോ പക്ഷപാതോ ഇല്ല, അങ്ങനൊന്നും ഇല്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പോട്ടെ, കൂടുതൽ പറയണ്ട. പോയി പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവുന്നത്. അപ്പോൾ ഹൈന്ദവ സഹോദരൻ പറയാണ് പച്ച വർഗീയതയാണ്, നമ്മളാരും നിങ്ങളുടെ ഒന്നും തടഞ്ഞിട്ടില്ല, പൊന്നാരെ ഒന്നും തടയത്തില്ല, നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ തന്നെ പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം.